സിനിമ ഒരു രക്ഷയില്ല. നമ്മൾ ഓരോ ഇന്ത്യക്കാരനും കാണണം അങ്ങനത്തെ ഒരു പടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത് സെൻസർ ബോർഡ് ഇത് തടഞ്ഞത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രത്യേകം തടഞ്ഞത്. നമ്മളെ ഇന്ത്യയിൽ നടക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും വെറി യഥാർത്ഥത്തിൽ എടുത്തു കാണിച്ച ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ വിജയ് അല്ലാതെ വേറൊരു നടനില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ഫിലിം, ഒരു രക്ഷയില്ല. വിജയിനെ മറിച്ചു കിടക്കാൻ ഒരാളും അത്ര നമ്മൾ ശരിക്കും നെഞ്ചത്ത് കൈവച്ച് കണ്ടുപോകും. നമ്മൾ ഈ സെക്കൻഡ് ഹാഫ് അത്രക്കും പെർഫെക്റ്റ് പടം, ഒരു രക്ഷയില്ല. നമ്മൾ കൈയടിക്കാതെ പടം കഴിഞ്ഞ് ഇറങ്ങിയില്ല. യഥാർത്ഥ ഇന്ത്യക്കാരൻ കാണേണ്ട പടം. നമ്മളെ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ത് ചെയ്യുന്നു അത് യഥാർത്ഥത്തിൽ എടുത്തു കാണിച്ച് വിജയിനെ വെറുതെ അല്ല ഒരു ഇലക്ഷന് മുമ്പ് തടഞ്ഞത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. സൂപ്പറാണ്, ഒരു രക്ഷയില്ല. കണ്ടിരിക്കണം, ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതാണ് യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. நல்லா இருக்கு, ரொம்ப நல்லா சூப்பரா. പടമൊന്നും പറയാനില്ല, നല്ല പടമാണ്. സാധാരണ വിജയുടെ സാധാരണ മാസ് ആക്ഷൻ പടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ നന്നായി കണക്ട് ആവുന്നുണ്ട്. സാധാരണ എല്ലാ പടത്തിലും നമുക്കറിയാം വിജയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ വിജയ് ഫാൻസിന് വേണ്ടിയുള്ള മാസ് ആക്ഷൻസ് ഉണ്ടാവും, പഞ്ച് ഡയലോഗുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തത ഈ പടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയില്. അതുപോലെ തന്നെ വിജയ് ഫാൻസിന് വേണ്ട എല്ലാതും ഈ പടത്തില് ഒരുക്കി വെച്ചിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളിയാണ്. അതുപോലെ ലാസ്റ്റ് മമിതയുടെ ഒക്കെ ആക്ഷൻ സീൻസ് അടിപൊളിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നൈസ്. സത്യത്തിൽ പറഞ്ഞ ജനനായകനായിട്ട് തന്നെയാണ് അദ്ദേഹം ബിഗ് സ്ക്രീനിൽ നിന്ന് മടങ്ങുന്നത്. ഞാനൊരു വലിയ തലപതി ഫാനാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ലാസ്റ്റ് കണ്ടപ്പോ കരച്ചിലൊക്കെ വന്നു. എന്നാലും ഈ പടം ലീക്ക് ചെയ്ത് അതൊക്കെ സംഭവമൊക്കെ ഉണ്ടെങ്കിലും അന്ന് ഞാൻ ട്വിറ്റർ തന്നെ എടുത്ത് കളഞ്ഞു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കാരണം പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിജയുടെ ഒരു പറയില്ല, അന്ന് എന്നും ഉയരന്നെ ഉള്ളിൽ തന്നെ ഉണ്ട്. എല്ലാ തിയേറ്ററും ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. തലപതി തന്നെയാണ് ആസ് യൂഷ്വൽ വിജയ് പടം തന്നെ. പക്ഷെ ലാസ്റ്റ് പടം എന്നുള്ള ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളിയെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയാണ് വന്നത്. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ മ്യൂസിക്കാണ്. മ്യൂസിക് സൈഡ് അടിപൊളിയായിരുന്നു. പിന്നെ അനിരുദ്ധാണ്. പിന്നെ മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ ഫാൻസിനോട് കണ്ടപ്പോ ഭയങ്കര ഒരു എനർജി ഉണ്ടായിരുന്നു, നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അടിപൊളി പടം, നല്ല പടം, കൊള്ളാം. സൂപ്പർ സിനിമ, എല്ലാരും പോയി കാണുക. വിജയ് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി പടം. ഐ മീൻ ലോജിക് ഒന്നും നോക്കണ്ട, ലാസ്റ്റ് പടം എൻജോയ് ചെയ്ത് കാണുക. സിനിമയുടെ ഒരു ഇമോഷൻ കണക്ട് കൂടിയുണ്ടല്ലേ? ലാസ്റ്റ് ഒരു സീനൊക്കെ ഉണ്ട്. ലാസ്റ്റ് അവർ പഴയ പടങ്ങൾ കാണിക്കുന്നത്. വിജയുടെ പടം ഫാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.